അവിടെ ആയെന്ന് തന്നെ പറയാം. ക്ലാഷ് തൂക്കി, പെപ്പെണ്ണ അടിച്ചു തൂക്കി. ഇന്നിറങ്ങിയ 2 പടത്തിനും പുള്ളി മലർത്തി അടിച്ചിട്ടുണ്ട്. ഒരാവേശം ഉണ്ടായിരുന്ന പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആവറേജ് 1 ടൈം വാച്ചപ്പോഴാണ് പ്രതീക്ഷിച്ചത്. കാരണം ബോക്സിൽ മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ എത്ര പേർക്ക് ഇഷ്ടമാവുന്ന ഇത് അടിച്ച് കയറ്റി പോട്ടം. പെപ്പ ഈ ഒരു പടം കൊണ്ട് പെപ്പയുടെ റേഞ്ച് ഒന്നുകൂടി കയറും. പുള്ളി ഓൾറെഡി ഒരു ആക്ഷൻ സ്റ്റാർ തന്നെയാണ്. പക്ഷെ ഇത് വല്ല ലെവലിലോട്ട് മാറും. എന്തായാലും പൊളിച്ചിട്ടുണ്ട് പടം. പിന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ പടം. എല്ലാവർക്കും എന്ന് പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഒരു സാധനം ഉണ്ട്. എന്താ നമ്മൾ പറയണില്ലേ, അത് പറഞ്ഞ അവിടെ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് ആ സാധനം അവിടെ വരും. അവിടെ തന്നെ ഞാനൊക്കെ സീറ്റിൽ നിന്ന് ചാടി ഇട്ടു ആ സാധനം കണ്ടിട്ട്. ഞാൻ പ്രതീക്ഷിച്ചു ദൈവം അതന്നെ പറഞ്ഞേ. ആ സാധനം അവിടെ കറക്റ്റായിട്ട് കിട്ടി. എന്തായാലും പടം കയറും. ക്ലാഷ് വിന്നർ പെപ്പനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പുള്ളി കയറും. പുള്ളി പി ആരോകളൊക്കെ വെറുതെ അല്ല. അത് അവിടെ കണ്ട ദാവീദിന്റെ കോട്ടയിലേക്ക് സ്വാഗതം എന്നാണ്. ആ കോട്ട തന്നെയാണ്. ഇടിയും കൊണ്ട് കൊടുത്ത പൈസ മുതലാവും. അങ്ങനെ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RDX കഥാപരമായിട്ട് വേറെ പല കാര്യങ്ങളുണ്ട്. ഒരു റിവെഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊരു ബോക്സിംഗ് ആണ്. ഇതും ചെറിയൊരു റിവെഞ്ച് തുടങ്ങണമെന്നാണ്. പക്ഷെ അത് നല്ല വെട്ടിപ്പായിട്ട് ക്ലൈമാക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല പറഞ്ഞത്. അത് ഒരു ചെറിയൊരു ക്ലീഷ ഒന്ന് മാറ്റിയിട്ട് വേറൊരു സാധനം പിടിച്ചിട്ടുണ്ട്. എങ്ങനെ നന്നായിട്ടുണ്ട്. അത് അടിപൊളിയുണ്ട്. മൊത്തത്തിൽ എന്തായാലും പടം കയറും. കപ്പ് അടിച്ചു.